വനിതാ മുന്നേറ്റത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ എമ്പാടുമുണ്ട് നമ്മുടെ കേരളത്തിൽ. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വനിതകൾ എത്തേണ്ടതിന്റെ ആവശ്യകത ഊന്നി പ്രസംഗിക്കുന്നവരും ഏറെയാണ്. പക്ഷേ സ്വന്തം പാർട്ടിയിലും ചുറ്റുപാടും എത്ര വനിതകൾ ജനപ്രതിനിധികളായിട്ടുണ്ട് എന്ന ചോദ്യം വന്നാൽ മുഖം താഴ്ത്തുകയല്ലാതെ വേറെ വഴിയൊന്നുമില്ല. ഭരണരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിക്കാൻ അവസരം കിട്ടിയപ്പോഴെല്ലാം ഉജ്ജ്വലമാർന്ന സാന്നിധ്യം വനിതകൾ അറിയിച്ചിട്ടുണ്ട്. റവന്യൂ മന്ത്രിയായിരിക്കെ ചരിത്ര പ്രധാനമായ ഭൂപരിഷ്കരണ നിയമവും ഭൂമി പതിച്ചു കൊടുക്കൽ നിയമവും നടപ്പിലാക്കിയ ഗൗരിയമ്മ മുതൽ ആരോഗ്യരംഗത്ത് ആഗോളതലത്തിൽ പ്രശംസ പിടിച്ചുപറ്റിയ ശൈലജ വരെ ഇക്കൂട്ടത്തിലുണ്ട്. എന്നിട്ടും എന്തേ വനിതകൾ MLA-യും MP-മാരുമാകുന്നതിൽ പിന്നാക്കം പോയി എന്ന ചോദ്യത്തിന് രാഷ്ട്രീയ കേരളത്തിൽ കൃത്യമായ മറുപടി ഒന്നുമില്ല. ഐക്യ കേരളത്തിന് ഇതുവരെ 11 വനിതാ മന്ത്രിമാരെ ഉണ്ടായിട്ടുള്ളൂ. ഇതിൽ പിണറായി വിജയൻ രണ്ടാമത് മുഖ്യമന്ത്രിയായ നിലവിലെ മന്ത്രിസഭയിലാണ് ആദ്യമായി 3 പേർക്ക് അവസരം ലഭിച്ചത് എന്നതും പറയേണ്ടിയിരിക്കുന്നു. KR ഗൗരിയമ്മ, M കമലം, MG പത്മ, സുശീല ഗോപാലൻ, PK ശ്രീമതി, PK ജയലക്ഷ്മി, KK ശൈലജ, J മേഴ്സിക്കുട്ടിയമ്മ, വീണ ജോർജ്, R ബിന്ദു, ചിഞ്ചു റാണി. കേരളത്തിൽ മന്ത്രിമാരായ വനിതകളുടെ പട്ടിക ഇവിടെ നിൽക്കുകയാണ്. നിലവിലെ 140 MLA-മാരിൽ 12 പേർ മാത്രമാണ് വനിതകൾ. 10% പോലുമില്ല എന്ന് ചുരുക്കം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ PK ജയലക്ഷ്മിയും പത്മജ വേണുഗോപാലും ബിന്ദു കൃഷ്ണനും ഉൾപ്പെടെ 12 വനിതകളെ UDF മത്സരിപ്പിച്ചെങ്കിലും ജയിച്ചത് KK രമ മാത്രമായിരുന്നു. ഉപതെരഞ്ഞെടുപ്പിലൂടെ പിന്നീട് ഉമാ തോമസും സഭയിലെത്തി. 25 വർഷത്തിന് ശേഷം നൂർബീന റഷീദിലൂടെ മുസ്ലിം ലീഗ് വനിതാ സ്ഥാനാർത്ഥി എന്ന പരീക്ഷണം നടത്തിയെങ്കിലും തോറ്റുപോവുകയായിരുന്നു. ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെ 20 വനിതകളെ BJP മത്സരിപ്പിച്ചു. കേരളത്തിൽ എന്തുകൊണ്ട് വനിതാ മുഖ്യമന്ത്രി ഇല്ല എന്ന ചോദ്യം പലപ്പോഴും ഉയർന്നതാണ്. 1987 ഗൗരവ്യ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത തെളിഞ്ഞു വന്നിരുന്നു. അപ്രതീക്ഷിതമായി ആ കസേരയിൽ ഇരിപ്പുറപ്പിച്ചു EK നായനാർ. അതോടെ പുതുയുഗപ്പിറവിയുടെ സാധ്യത തല്ലിക്കെടുത്തപ്പെട്ടു. ജനകീയ മന്ത്രി എന്ന വിശേഷണം ലഭിച്ച KK ശൈലജയിലൂടെ 2021 വീണ്ടും വനിതാ മുഖ്യമന്ത്രി ചർച്ചയായി എങ്കിലും പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാകട്ടെ എന്ന് CPM തീരുമാനിക്കുകയായിരുന്നു. പാർട്ടിയാണ് എല്ലാം എന്ന ഒറ്റവരി മറുപടിയിൽ ചോദ്യങ്ങൾ തഴയപ്പെട്ടു. കഴിഞ്ഞ വർഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ജനവിധി തേടിയത് 11 വനിതകൾ മാത്രമാണ്. 3 മുന്നണികളുടെ സ്ഥാനാർത്ഥികളായത് 9 പേർ. CPM 2, CPI 1, കോൺഗ്രസ് 1, BJP 4, BDJS 1 എന്നിങ്ങനെയാണ് വനിതകളുടെ നിര. തിരുവനന്തപുരത്തും കൊല്ലത്തും SUCI വനിതകളെ മത്സരിപ്പിച്ചിരുന്നു. ഫലം വന്നപ്പോൾ ഒരാൾ പോലും ഡൽഹിയിലേക്ക് വണ്ടി കയറിയില്ല. നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വനിതകളെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ BJP-യാണ് മുന്നിലെന്ന് കണക്കുകളിൽ വ്യക്തമാണ്. 33% സംവരണം നടപ്പാക്കുന്നതോടെ മാറ്റം പ്രത്യാശിക്കാം. പെണ്ണ് ഭരിച്ചാൽ എന്താ കുഴപ്പമെന്ന നിയമസഭയിൽ KK ശൈലജ ഉന്നയിച്ച ചോദ്യം ഏതാനും വർഷം മുമ്പ് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു. KM ഷാജിയുടെ ഒരു പരാമർശത്തിന് മറുപടി പറയുമ്പോഴായിരുന്നു ശൈലജയുടെ വാക്കുകൾ. തൊട്ടടുത്ത തമിഴ്നാട് മുതൽ രാജ്യതലസ്ഥാനമായ ഡൽഹി വരെ വനിതാ മുഖ്യമന്ത്രിക്ക് കസേരയിട്ട് കൊടുത്തുവെങ്കിലും വിദ്യാസമ്പന്നരെന്ന് മേനി നടിക്കുന്ന മലയാളിക്ക് വനിതാ മുഖ്യമന്ത്രിയെ ഇപ്പോഴും ദഹിച്ചിട്ടില്ല. മറ്റൊരു വനിതാ ദിനം കൂടി കടന്നു വരുമ്പോൾ കാലിക പ്രസക്തമായ വിഷയമായി ഇക്കാര്യം കൂടി ആഴത്തിൽ ചർച്ചയാക്കണം. പക്ഷെ കൂടുതൽ വനിതകൾക്ക് അവസരങ്ങൾ കൊടുത്തത് BJP ആണ് എന്ന കാര്യവും എടുത്തു പറയേണ്ടത് തന്നെയാണ്.